ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ വൈറ്റ് ക്യാപ്പ് എന്ന ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. ഏഹാം കേശവ് കെ വ്യക്തിത്व की क्या വിശേഷതായെ ഉഭർ ആते हैं. ഈ കേശവൻ്റെ വ്യക്തിത്വത്തിൽ എന്തെല്ലാം വിശേഷതകളാണ് വരുന്നതെന്ന്. അതായത് വൈറ്റ് ക്യാപ്പ് എന്ന ലെസണിലെ മെയിൻ കഥാപാത്രമാണ് നമ്മുടെ കേശവ്. അദ്ദേഹത്തിൻ്റെ വിശേഷതകൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ആൻസർ നോക്കാം. കേശവ് ഏക ജിജ്ഞാസു. അദ്ദേഹം ഒരു ജിജ്ഞാസു ആണ്. അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹത്തിന്. ഓരോ കാര്യങ്ങളും പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. രചനാത്മകവും സംവേദനാശീൽ ബാലക് ഹെ. അദ്ദേഹം സംവേദനാശീലനായ ബാലകനാണെന്ന്. വഹ് അപ്പനെ കാം മേ കുശൽ അവർ സമർപ്പിത്. അവൻ തൻ്റെ ജോലിയിൽ ഉത്സാഹിതനും സമർപ്പിതനുമാണെന്ന്. അവർ ഉസ്മേം അവനിൽ സീഖനേക്ക തീവ്ര ഇച്ഛ ഹെ. അവനിൽ പഠിക്കാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടെന്ന്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗുല്ലു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കഥാപാത്രമാണ് ഈ വൈറ്റ് ക്യാപ്പിൽ. അതായത് ഈ കളിക്കാനുള്ള കുട്ടികൾ, ക്രിക്കറ്റ് കളിക്കേണ്ട കുട്ടികളിൽ ഒരു വ്യക്തിയുടെ പേരാണ് ഗുല്ലു. ഈ ഗുല്ലുക്കോ ഗേൽനെ ന ബേച്ചനെ കെ ഗർവാലോം കെ ഇരാദ പർ ആപ്ക വിചാർ കെ ഹെ. അതായത് ഈ ഗുല്ലു എന്ന വ്യക്തിയെ കളിക്കാനായിട്ട് അയക്കാതിരുന്നതിന് വീട്ടിലുള്ളവരുടെ ആ തീരുമാനത്തിൽ താങ്കളുടെ വിചാർ ക്യാ, നമ്മളുടെ ചിന്ത എന്താണെന്നാണ് ചോദിക്കുന്നത്. താങ്കളുടെ ചിന്ത. അതായത് ഗുല്ലുവിനെ കളിക്കാനായിട്ട് അയക്കാതിരിക്കുന്നതിൽ ആ വീട്ടുകാരുടെ തീരുമാനം എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുല്ലുക്ക് ഗേൽനെ ഇന്ന ഗേച്ചനേക്ക് ഗർവാലോം കെ ഇരാദ പർ. അതായത് ഗുല്ലുവിനെ കളിക്കാൻ അയക്കാതിരുന്നതിൻ്റെ വീട്ടുകാരുടെ ആ തീരുമാനത്തിൽ മേരാ വിചാർ ഹേ കി, എൻ്റെ തീരുമാനം ഇതാണ്. ഈ ഇരാദ ഗുല്ലു കെ വികാസ് കെ ലിയെ. ഈ തീരുമാനം എന്ന് വെച്ചാൽ ഈ തീരുമാനം ഗുല്ലുവിൻ്റെ വികാസത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്താണ്, ഹാനികാരമാകുകയാണ്. ഹാനികാരക് ഹോ സക്ത ഹേ. കളിക്കാൻ അയക്കാത്തതിനുകൊണ്ട് ഗുല്ലുവിൻ്റെ ആ വികാസത്തിൽ ഒരു ഹാനികാരകമാകുന്ന നഷ്ടമാണ് ഉണ്ടാകണേന്ന്. എന്താണ് നഷ്ടം? ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഖേൽന കളിക്കുക എന്നുള്ളത് ബച്ചോങ്കെ ശാരീരിക് മാനസിക് ഔർ സാമാജിക് വികാസ് കെ ലിയെ ആവശ്യക് ഹെ. അതായത് കളിച്ചതുകൊണ്ട് കുട്ടികൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്? ശാരീരികമായിട്ടും മാനസികമായിട്ടും അവർ സാമൂഹികമായിട്ടുള്ള വികാസം, പുരോഗതി ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്നു കളിച്ചാൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ വൈകിയതിൽ ക്ഷമിക്കണം. നാളെ ഹിന്ദി പരീക്ഷയാണ്, ക്വാർട്ടർ ഇയർ പരീക്ഷയാണ്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. ബന്ധുക്കൾക്ക് ആരെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.